പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിലെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നു പോയപ്പോ 4 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ട് കടന്നു ചെന്നപ്പോ അത് പാടില്ല എന്ന് പറയുകയും അതിനെതിരെ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോ ഈ 4 മാസം ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, ഈ 4 മാസം ഒരു പക്ഷേ ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടിട്ടില്ലാതിരിക്കാം. മനസ്സ് തുറന്ന് ആലോചിക്കേണ്ടതുണ്ട്. 150-ലേറെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. അതിൽ പല കുട്ടികളും മുസ്ലിം പെൺകുട്ടികളാണ്. ആ കുട്ടികൾ തലയിൽ തട്ടമിടാത്തത് കൊണ്ടാണല്ലോ ഈ കുട്ടി മാത്രം തലയിൽ തട്ടമിട്ടത് കൊണ്ട് പ്രശ്നമായത്. മനസ്സ് തുറന്നിരിക്കണം. ആരാണ് ഇതിന് കാരണക്കാർ? ആ സ്കൂൾ മാനേജ്മെന്റിലേക്കും മറ്റുള്ളവരുടെ ഇടയിലേക്കും വിരൽ ചൂണ്ടുന്നതിന്റെ മുമ്പ് 3 വിരൽ ഈ മതത്തിലേക്ക് തന്നെ, നമ്മളിലേക്ക് തന്നെ ചൂണ്ടിയിട്ട് വേണം വർത്തമാനം പറയാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഈ ഹിജാബ് പരിശുദ്ധ മുസ്ലിമിന്റെ വസ്ത്രധാരണയുടെ വിഷയമല്ലേ എന്ന് പഠിപ്പിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവാത്ത കാലത്തോളം ഈ ചോദ്യചിഹ്നവും കടന്നു വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹുവിന്റെ റസൂലും ഒരു നിയമം പറഞ്ഞാൽ, മതത്തിന്റെ ഒരു നിയമം പറഞ്ഞാൽ ആ മറ്റുള്ള വിശ്വാസികൾക്ക് അതിൽ മറ്റൊരു വർത്തമാനമേ പറയാനില്ല. അൽമർഅതു ഔറ, പെണ്ണ് ഔറത്താണ്, അവർ തലയിൽ തട്ടമിടണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ നിയമമാണ്. പിന്നെ അവിടെ ഒരു ചോയ്സ് മറ്റുള്ളവർക്കില്ല. അത് തീരുമാനം പാസാക്കിയത് ഹബീബും അള്ളാഹുവുമാണ്. അവിടെ പിന്നെ വേറൊരു തീരുമാനമേ പറയാൻ കഴിയുകയില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും പറ്റുകയില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വിഷയത്തിൽ പിന്നൊരു ഖിയറത്ത്, ഇഷ്ടാനുസരണം അവർക്ക് ഇല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാതെ വന്നാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ്. അവരെ നന്നാക്കി എടുക്കാൻ കഴിയുകയില്ല.